ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല ഭാഗത്തേക്കുള്ള വഴി എങ്ങനെയാണ് ചോദിക്കുക എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾക്ക് വാഹനങ്ങളുടെയൊക്കെ വഴി ചോദിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ആസ്ക് ഇൻ ദ ടൈം ഓഫ് വർക്ക്, വാഹനങ്ങളുടെ മറ്റും സമയം ചോദിക്കുന്ന വിധം നോക്കിയാലോ. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബസ് ടു കോട്ടയം? അതായത് കോട്ടയത്തിനുള്ള അടുത്ത ബസ് എത്ര മണിക്കാണ് എന്നൊന്ന് പറയാമോ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തതായിട്ട് വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു ബാംഗ്ലൂർ? അതായത് ബാംഗ്ലൂരിനുള്ള അടുത്ത ട്രെയിൻ എത്ര മണിക്കാണ് എന്ന് പറഞ്ഞു തരാമോ. നെക്സ്റ്റ് വൺ, വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു സൗദി? അതായത് സൗദിക്കുള്ള അടുത്ത വിമാനം എത്ര മണിക്കാണെന്ന് പറയാമോ. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ അല്ലേ. അതായത് വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ ഫസ്റ്റ് ട്രെയിൻ ടു ട്രിവാൻഡ്രം? അതായത് തിരുവനന്തപുരത്തേക്കുള്ള ആദ്യത്തെ ട്രെയിൻ എത്ര മണിക്കാണ് എന്ന് പറയാമോ എന്നാണ് കേട്ടോ. ദെൻ യു ക്യാൻ ആസ്ക് ഡേ ആൻഡ് ഡേറ്റ് ലൈക്ക് ദിസ്. അതായത് ഈ രീതിയിൽ നമുക്ക് തീയതിയും ദിവസമൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. സോ നമുക്ക് ദിവസം എങ്ങനെയാ ചോദിക്കാന്നൊന്ന് നോക്കിയാലോ. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ മാരേജ്? അതായത് കല്യാണം എത്രാം തീയതിയാണെന്ന് ഒന്ന് പറയാമോ. നെക്സ്റ്റ് വൺ, അതായത് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വുഡ് വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഇസ് ദ ഇന്റർവ്യൂ? ദെൻ ഇന്റർവ്യൂ എത്രാം തീയതിയാണെന്നൊന്ന് പറയാമോ എന്നാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഇസ് ദ എക്സാം? പരീക്ഷ ഏത് ദിവസമാണെന്ന് ഒന്ന് പറയാമോ. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഇസ് ദ വൈവ? വൈവ എത്രാം തീയതിയാണെന്നൊന്ന് പറയാമോ. ദെൻ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഇസ് ദ ഹൗസ് വാമിംഗ്? ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിലൊക്കെ ആദ്യമായിട്ട് താമസിക്കാനായിട്ട് പോകുമ്പോൾ നടത്തുന്ന ഒരു ഇതാണ് ഹൗസ് വാമിംഗ്. ഓക്കെ, അപ്പോൾ അത് എന്നാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഡേ ആൻഡ് ഡേറ്റ്, അതായത് ദിവസവും തീയതിയും എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പല എക്സാമ്പിളുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഓരോ ദിവസത്തെ ക്ലാസ്സും അന്നത്തെ തന്നെ പഠിച്ച് തീർക്കുക. ഇങ്ങനെയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ കുട്ടിക്ക് പോലും ഇത് കേട്ടാൽ പഠിക്കാനായിട്ട് സാധിക്കും. സോ എന്ത് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.